ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അങ്ങനെതാ നമ്മുടെ സുമിത്രയാണെങ്കിൽ ശീതളിനെയും അതുപോലെ സ്വരമോളെയും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് സച്ചിന്റെ വീട്ടിലെത്തി. സച്ചിനാണെങ്കിലോ സുമിത്രയെ കണ്ട പാടെ തന്നെ അവന്റെ ഭാവാഭിനയം അങ്ങ് തുടങ്ങുകയാണ്. അപ്പം സച്ചിനോട് സുമിത്ര ചോദിക്കുന്നുണ്ട്, ശീതൾ നിന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ശീതൾ ഇങ്ങോട്ട് വരുവോ ചെയ്തോ എന്ന് ചോദിക്കുമ്പം, അയ്യോ ഇല്ലല്ലോ ആന്റി, എന്താ പ്രശ്നമൊന്നും പറഞ്ഞ് അവൻ ഒരു കാര്യങ്ങളും അറിയാത്തതുപോലെ നിന്ന് അഭിനയിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സുമിത്ര അവനോട് സംസാരിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ സുമിത്ര അതിന് ചുറ്റുപാടും ഒക്കെ ഒന്ന് നിരീക്ഷിക്കുകയാണ്. എന്തായാലും സച്ചിൻ എന്ന് പറയുന്നവൻ ഒരു ഭൂലോക ഫ്രോഡാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ സുമിത്രയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സുമിത്ര ആ പരിസരമൊക്കെ നോക്കുന്നത് സച്ചിനും ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ, ആന്റി എന്നാ ഒരു കാര്യം ചെയ്യാം, അവളെ ഞാൻ വിളിച്ചിട്ട് 2-3 ദിവസമായി, ഞാൻ അവളെ ഒന്ന് വിളിക്കാമെന്നും പറഞ്ഞ് സച്ചിൻ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്ത് നമ്മുടെ ശീതളിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത്, അയ്യോ ആന്റി, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, എന്ത് പറ്റിയതാണ്? ശീതൾ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടേ ഇല്ല, എനിക്കറിയില്ലല്ലോ ആന്റി എന്നും പറഞ്ഞ് അവൻ പൊട്ടം കളിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? തൻ്റെ മകളും കുഞ്ഞുമോളും ഒക്കെ എവിടെ പോയി എന്ന് അറിയാതെ സുമിത്ര വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ ചിന്തിച്ചും സംസാരിച്ചും ഒക്കെ നിൽക്കുന്ന ആ ഒരു സമയമാണെങ്കിലോ നമ്മുടെ സ്വരമോളാണെങ്കിൽ റൂമിലിരുന്നിട്ട്, അല്ല ആൻറ്റി, അങ്കിള് നമ്മളോട് ഒളിച്ചേ കണ്ടേ കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്കിളിനെ ഇപ്പം ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ, അങ്കിൾ എവിടെ പോയതാണ് എന്നൊക്കെ ഇങ്ങനെ ശീതളിനോട് ചോദിക്കുക. അപ്പം ശീതളാണെങ്കിലോ കൊച്ചിന് ടെൻഷൻ ആവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ശീതൾ കൊച്ചിനോട് പറയുന്നുണ്ട്, മോളെ നീ ടെൻഷൻ ആവരുത്, അങ്കിള് നമ്മളെ ലോക്കാക്കി, അങ്കിളിതാ അപ്പുറത്തെ റൂമിലുണ്ട്, ഇപ്പം തന്നെ വരും, വന്നു കഴിഞ്ഞാൽ നമ്മളെ തുറന്നു വിടുമെന്നൊക്കെ പറയുകയാണ്. അപ്പം സ്വരമോള്, എനിക്ക് എൻ്റെ മമ്മിയെയും ഡാഡിയെയും ഒക്കെ കാണണം ആൻറ്റി, എനിക്ക് പേടിയാവുന്നുണ്ട് എന്നും പറഞ്ഞ് കൊച്ചു കരയാൻ തുടങ്ങുകയാണ്. അപ്പം കൊച്ചിൻ്റെ ഈ ഒരു കരച്ചിൽ നമ്മുടെ സുമിത്ര കേൾക്കുകയാണ്. സുമിത്രയ്ക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ, ഇവിടെ നിന്നെ കൂടാതെ മറ്റാരും ഉണ്ടല്ലോ സച്ചിൻ, സത്യം പറയുമെന്നും പറഞ്ഞ് സുമിത്ര സച്ചിനോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴത്തേക്കിനും സച്ചിനാണെങ്കിലും, ഇല്ല ആൻറ്റി, അത് അപ്പുറത്തെ വീട്ടിലെ കൊച്ചു കരയുന്നതാണ്, ഇവിടെ എന്തായാലും ശീതളുമില്ല സ്വരമോളും ഇല്ല, ഉണ്ടെങ്കിൽ ഞാനത് സത്യസന്ധമായിട്ട് തന്നെ പറയുമെന്നും പറഞ്ഞ് സുമിത്രയെ പറഞ്ഞയക്കുകയാണ്. അപ്പം മനസ്സിൽ എന്തൊക്കെയോ ഒരു സംശയം ഉള്ളത് കൊണ്ട് തന്നെ സുമിത്രയാണെങ്കിൽ അവിടുന്ന് പോവാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലും അനിരുദ്ധ് വീട്ടിലെത്തി. അനിരുദ്ധിൻ്റെ അടുത്ത് നമ്മുടെ അനന്യ സംസാരിക്കുകയാണ്. അനി, ഇത്രയും സമയമായിട്ട് നമ്മുടെ മോളെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല, ശീതള കൊച്ചിനെയും കൊണ്ട് പോയിട്ട് ഒന്ന് വിളിച്ചു പോലും പറയുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എനിക്ക് ആകെ പേടിയാകുന്നു അനി, ഇനി നമ്മൾ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് അനന്യെ, നീ ഒന്ന് സമാധാനപ്പെട്, കൊച്ച് ശീതളിൻ്റെ ഒത്തല്ലേ പോയിരിക്കുന്നത്, അതുകൊണ്ട് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നീ സമാധാനപ്പെട്, അവൾ കുഞ്ഞുമായിട്ട് ഇങ്ങ് വന്നോളൂ എന്നും പറഞ്ഞ് നമ്മുടെ അനന്യയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനന്യയാണെങ്കിലോ തൻ്റെ മകളെ കാണാത്ത വെപ്രാളത്തിൽ അവൾ പറയുന്നുണ്ട്, ഇനിയും കണ്ടില്ല എങ്കിൽ ഞാൻ സുമിത്ര ആൻറ്റി വരെ അന്വേഷിച്ച് പോയിരിക്കുക, സുമിത്ര ആൻറ്റിക്കും കണ്ടു കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറയുമ്പം ഈ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ സരസ്വതി അമ്മ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിലോ, ഇതെന്ത് പോക്കാപ്പം ഈ പോയത്, സച്ചിനെങ്ങാനും ഇനി ഇവളെയും കൊച്ചിനെയും കടത്തിക്കൊണ്ട് പോയോ എന്നുള്ളൊരു ചിന്തയിൽ സരസ്വതി അമ്മയാണെങ്കിൽ, എന്നാൽ ഇപ്പം സച്ചിനെ വിളിച്ചേക്കാന്ന് വിചാരിക്കുക. അങ്ങനെ സരസ്വതി ഇവരാരും കാണാതെ അപ്പുറം മാറി നിന്ന് നമ്മുടെ സച്ചിനെ വിളിക്കുന്ന ആ ഒരു സമയം, സച്ചിൻ സുമിത്ര പോയോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ സച്ചിൻ ഫോൺ എടുത്തപ്പോൾ സരസ്വതി അമ്മ പറയുന്നുണ്ട്, ഡാ സത്യം പറ, നിന്നോട് ഞാനാ വിളിച്ചു പറഞ്ഞത് ശീതളും അതുപോലെ തന്നെ സ്വരമോളും കൂടി മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെന്ന്, നീ എങ്ങാനും അവരെ കൂട്ടിക്കൊണ്ടു പോയോ? ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അവരിങ്ങ് പറഞ്ഞയച്ചേക്കെന്ന് പറയുമ്പോൾ ഇങ്ങനെ സരസ്വതി അമ്മ സച്ചിനോട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് സച്ചിൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നച്ചമ്മേ, ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടൊന്നും ഇല്ല, മാർക്കറ്റിൽ വെച്ച് കണ്ടു, അത് സത്യം തന്നെയാണ്, അല്ലാതെ എനിക്ക് ശീതളിനെ കുറിച്ചോ സ്വരമോളെ കുറിച്ചിട്ടോ ഒരു വിവരവും അറിയില്ല എന്ന് പറയുക. അപ്പം സരസ്വതിക്ക് മനസ്സിലായി ഇവൻ്റെ കയ്യിൽ, ഇവൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് സ്വരമോളും ശീതളും ഒക്കെ ഉള്ളതെന്ന്. അതുകൊണ്ട് സച്ചിനോടുള്ള കാര്യം പുള്ളിക്കാരി നേരെ ചൊവ്വേ അങ്ങ് പറയുക, ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം, അനിനി ഇവിടെ
കൊച്ചിനെ കാണാത്തതിന്റെ പേരിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സുമിത്രയാണെങ്കിൽ കുഞ്ഞിനെയും ശീതളിനെയും അന്വേഷിച്ച് എവിടെയൊക്കെ ഇറങ്ങി പോയിരിക്കുകയാണ്. മിക്കവാറും അവൾ നിന്റെ വീട്ടിൽ വരാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇവിടെ വന്നായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ സച്ചിൻ സരസ്വതിയോട് കാര്യങ്ങൾ പറയുമ്പോൾ സുമിത്ര വന്നല്ലോ, സുമിത്രക്ക് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സച്ചിനെ നിന്റെ പേരിൽ തന്നെ ആയിരിക്കും എല്ലാ കുറ്റങ്ങളും വരിക. നീ അവരെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കുന്നതായിരിക്കും നിന്റെ തടിക്ക് നല്ലതെന്ന് പറയുമ്പോൾ അതിന് അവരിവിടെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇവൻ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആ ഒരു സമയത്ത് സരസ്വതി ആണെങ്കിൽ അനന്യ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്. ഇനി നിന്റെ കാര്യം പോലീസുകാർ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞതും പോലീസ് എന്ന് കേട്ടതും സച്ചിന് ചെറിയൊരു പേടിയായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താൻ പോലീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യലിൽ സത്യങ്ങൾ പറയേണ്ടി വരുമല്ലോ. കൊച്ചും അതുപോലെ തന്നെ ശീതളും ഈ റൂമിലാണ് ഉള്ളത് എന്നുള്ള കാര്യം സച്ചിന് നല്ല നിശ്ചയമുള്ളത് കൊണ്ട് തന്നെ സച്ചിന് പേടിയായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് സച്ചിൻ ഫോൺ വെക്കുകയാണ്. അങ്ങനെ സച്ചിൻ ഭയങ്കര ആലോചന പോലീസുകാരെങ്ങാനും ഈ വീട്ടിൽ സെർച്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കൊച്ചും അതുപോലെ തന്നെ ശീതളും ഈ റൂമിലുള്ള കാര്യമൊക്കെ അവർ കണ്ടുപിടിക്കും. അങ്ങനെ വന്നാൽ പിന്നെ തന്നെ പോലീസുകാരെടുത്തിട്ട് പെരുമാറുമെന്നുള്ള ഒരു ചെറിയ പേടി നമ്മുടെ സച്ചിന് വന്നതും സ്വരയെയും അതുപോലെ തന്നെ നമ്മുടെ ശീതളിനെയും സച്ചിൻ തുറന്നു വിടുകയാണ്. അപ്പം ശീതളിനാണെങ്കിലും സ്വരയ്ക്കാണെങ്കിലും വലിയ ആശ്വാസമായി. ഇനിയിപ്പോൾ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയല്ലോ, ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് സ്ഥലം വിടണം. അത് തന്നെയാണ് നമ്മുടെ ശീതളിന്റെ ലക്ഷ്യവും. അങ്ങനെ ശീതൾ കൊച്ചിനെയും കൂട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയം വീട്ടുപടിക്കൽ തന്നെ നമ്മുടെ സുമിത്ര അവിടെ അങ്ങനെ നിൽക്കുകയാണ്. സുമിത്രയെ കണ്ട സച്ചിനാണെങ്കിലോ ഇത്രയും സമയം സുമിത്രയോട് സ്വരയും അതുപോലെ തന്നെ ശീതളും ഈ വീട്ടിലില്ല എന്ന് കള്ളത്തരം പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവരെല്ലാരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച കാണുമ്പോഴത്തേക്കിനും സച്ചിന് അടി കിട്ടിയ രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതാണല്ലേ സച്ചിൻ നിന്റെ നീതിയും ന്യായവും ഒക്കെ. എന്തായാലും നീ ഇവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും നിന്നോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് ആരാണെന്നും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് സുമിത്രയുടെ ആ ഒരു മാസ് ഡയലോഗ് അത് കേൾക്കുന്ന സമയത്താണെങ്കിൽ സച്ചിൻ തന്റെ തടി വീണ പോലെ തന്നെ നിൽക്കുകയാണ്. അപ്പം സുമിത്രയെ കണ്ടതും നമ്മുടെ സ്വരമോളാണെങ്കിൽ ഓടിപ്പോയി അച്ഛമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം നമ്മുടെ സുമിത്രയ്ക്ക് സമാധാനമായി. തൻ്റെ കുഞ്ഞുങ്ങളെ ഒരു കേടും കൂടാതെ തനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ആ ഒരു ആശ്വാസത്തിൽ സുമിത്ര പിള്ളേരെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്ന സമയം സച്ചിൻ ഒരു താക്കീത് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പരിപാടി നീ കാണിച്ചു കഴിഞ്ഞാൽ ഈ സുമിത്ര ആരാണ് എന്നുള്ള കാര്യം സച്ചിനെ നീ അറിയുമെന്നും പറഞ്ഞ് സുമിത്ര കുട്ടികളെയും കൂട്ടി ആ വീട്ടിൽ നിന്നും മടങ്ങുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ്. അപ്പൊ രഞ്ജിതയാണെങ്കിൽ പങ്കജിനെ വിളിച്ചു. പങ്കജിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പങ്കജാണെങ്കിൽ എന്താ മമ്മി എന്താ പ്രശ്നമെന്ന് ചോദിച്ച് അവൻ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും മോനെ പൂജയുടെ പിറന്നാൾ ദിവസത്തിന് ഇനി അധികം മാസങ്ങളൊന്നും ഇല്ല, നിനക്കറിയാലോ. അതുകൊണ്ട് തന്നെ മമ്മി പറഞ്ഞതുപോലെ തന്നെയൊക്കെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പം അതെ മമ്മി എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ദേ മമ്മി പൂജ ഇപ്പം ശ്രീനിലയത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിലും പൂജയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി സുമിത്രാൻ്റെയും പൂജയും തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ മമ്മി ഒരു കാരണം വെച്ചാലും ഒരു കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നും പറഞ്ഞ് പങ്കജ് നമ്മുടെ രഞ്ജിതയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം പങ്കജിന്റെ ആ ഒരു വർത്താനത്തിൽ രഞ്ജിത അങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബവിളക്കിന്റെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും രാവിലെ നമ്മൾ മുഴുവൻ എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്